അധികം വൈകാതെ തന്നെ ലല്ലു ഹൈവേ റോഡിലെത്തിയിരുന്നു. അവിടെ വലിയ ആൾക്കൂട്ടവും പോലീസ് ജീപ്പും ആംബുലൻസും ഒക്കെ ഉണ്ട്. ലല്ലു കാറിൽ നിന്ന് വേഗമിറങ്ങി അതിനിടയിലേക്ക് ഓടി. ലല്ലുവിന്റെ കണ്ണു നിറഞ്ഞു ആ കാഴ്ച കണ്ടു. ഹൈവേ പാലത്തിനടിയിൽ തൂങ്ങി നിൽക്കുന്ന ശ്രാവൺ. അവന്റെ ഒരു കൈയില്ല, ഒരു കണ്ണില്ല. ചോരത്തുള്ളികൾ അപ്പോഴും പൊടിഞ്ഞുകൊണ്ടേയിരുന്നു. സാർ, ബോഡി ഇറക്കട്ടെ? കോൺസ്റ്റബിൾ വന്ന് ലല്ലുവിനോട് ചോദിച്ചു. അവൻ വേഗം കണ്ണു തുടച്ചുകൊണ്ട് അനുവാദം കൊടുത്തു. അവർ അവന്റെ ബോഡി അഴിച്ചു താഴെ ഇറക്കുമ്പോൾ ലല്ലുവിന്റെ നെഞ്ചു പിടഞ്ഞു. കുറഞ്ഞ സമയം കൊണ്ട് തന്റെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുത്തവൻ, അപൂർവമായ സുഹൃത്തുക്കളിൽ ഒരാൾ. സാർ, കോൺസ്റ്റബിൾ അവന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊണ്ടുവന്ന് കൊടുത്തു. ലല്ലു അത് വാങ്ങി നോക്കി. ത്രിലോക് സച്ചിദാനന്ദൻ, നിനക്കുള്ള ആദ്യത്തെ അടിയാണിത്. ബാക്കി ഓരോന്നായി പുറകെ വരുന്നുണ്ട്. ദി റിയൽ ഗെയിം സ്റ്റാർട്ടഡ്. അത്രയുമായിരുന്നു ആ കത്തിലെ വാചകം. ലല്ലുവിന്റെ മുഖം മാറി, സങ്കടം മാറി, ദേഷ്യം നിറഞ്ഞത് നിമിഷ നേരം കൊണ്ടായിരുന്നു. കോൺസ്റ്റബിൾ, ഈ ബോഡി ആദ്യം കണ്ടത് ആരാണ്? റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരുന്ന പോലീസുകാരന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു. സാർ, ദേ നിൽക്കുന്ന കുട്ടികളാണ് ആദ്യം കണ്ടതും പോലീസിനെ വിളിച്ചു പറഞ്ഞതും. അയാൾ കുറച്ചു ദൂരെയായി മാറി നിൽക്കുന്ന 2 പെൺകുട്ടികളെ ചൂണ്ടി പറഞ്ഞു. ലല്ലു അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം പിന്നെ അവരുടെ അടുത്തേക്ക് പോയി. നിങ്ങളാണോ ആദ്യം ബോഡി കണ്ടത്? അവന്റെ ശബ്ദം കടുത്തിരുന്നു. അതെ സാർ, അതിലൊരു കുട്ടി മറുപടി പറഞ്ഞു. നിങ്ങൾ എന്താ ഇവിടെ ഈ സമയത്ത് എത്താൻ കാരണം? അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ അവർ ഒന്ന് പരിങ്ങി. പിന്നെ പരസ്പരം നോക്കി. നിങ്ങൾ പേടിക്കേണ്ട. എനിക്ക് ഈ കൊല ചെയ്തത് ആരാണെന്ന് അറിയാൻ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് പോലും ഉപകാരമായിരിക്കും. ലല്ലു സൗമ്യമായി ചോദിച്ചു. സാർ, എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ വരും. സാധാരണ ഞങ്ങൾ എല്ലാ ദിവസവും ഏതാണ്ട് ഈ സമയത്ത് മീറ്റ് ചെയ്യാറുണ്ട്. ഈ പാലത്തിനടിയിലാകുമ്പോൾ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. അതാ ഞങ്ങൾ ഇവിടെ നിന്നത്, ആ കുട്ടി പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്നത് മുതലുള്ള ഓരോ കാര്യവും ഒന്ന് ഓർത്തു പറയുവോ? അവൻ ചോദിച്ചു. പറയാം സാർ. ഞങ്ങളിവിടെ എത്തിയ ഉടനെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ദേ ഇവിടെ ഇരുന്നു. പെട്ടെന്ന് ദേ ഇവിടെ ചോരത്തുള്ളികൾ വീഴുന്നത് കണ്ട് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഞങ്ങൾ ബോഡി കണ്ടത്. ആദ്യമൊന്ന് പേടിച്ചുവെങ്കിലും പിന്നെ ഇവളാണ് സ്റ്റേഷനിൽ വിളിച്ചു വിവരം പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ ചൂണ്ടി പറഞ്ഞു. ലല്ലു 2 പേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവർ എന്തോ കള്ളം പറയുന്നത് പോലെ അവന് തോന്നി. എന്താ നിങ്ങളുടെ പേര്? അവന്റെ സ്വരം വീണ്ടും കടുത്തു. എൻ്റെ പേര് ശാരി, ഇവൾ ശിഖ. 2 പേരും എന്താ ചെയ്യുന്ന? പഠിക്കുവാണോ അതോ ജോലിയാണോ? ലല്ലു ശിഖയെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു. ഞങ്ങളിവിടെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുക സാർ, ശിഖ പറഞ്ഞു. 2 പേരും ID കാർഡ് ഒന്ന് കാണിച്ചേ. ലല്ലു 2 പേരെയും മാറി മാറി നോക്കി പറഞ്ഞു. 2 പേരും നന്നായി പരുങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ID കാർഡ് എടുത്ത് അവനെ ഏൽപ്പിച്ചു. സാർ, റിപ്പോർട്ടൊക്കെ എഴുതി കഴിഞ്ഞു, കോൺസ്റ്റബിൾ വന്നു പറഞ്ഞു. താൻ ഈ 1 കിലോമീറ്ററിനുള്ളിൽ അവിടുന്നും ഇവിടെ നിന്നും എവിടെയൊക്കെ CCTV ഉണ്ടോ അതിൻ്റെയൊക്കെ വിഷ്വൽസ് കളക്ട് ചെയ്യണം. അതിൽ സംശയാസ്പദമായി ഏതെങ്കിലും വാഹനം കണ്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ. ലല്ലു കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന 2 പേരെയും അവൻ ശ്രദ്ധിച്ചിരുന്നു. കോൺസ്റ്റബിൾ പോയതും ലല്ലു അവരോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ഈ ബോഡി ലാംഗ്വേജ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന്. അല്ല, നിങ്ങൾ ഇനിയും കള്ളം മാത്രമേ പറയൂവെന്നാണെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പോകേണ്ടി വരും. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. 2 പേരെയും നോക്കി പറഞ്ഞു. സാർ, ഞാൻ പറയാം, ശിഖ പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ പറയ്, സത്യം മാത്രം പറയണം. കള്ളം പറഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റാണ്. അതിനുള്ള ശിക്ഷ കൂടെ തരും. ലല്ലു കൈകെട്ടി നിന്ന് പറഞ്ഞു. സാർ, ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് ആ ബോഡി വീണത്. പിന്നെ 2-3 പേർ കാറിൽ കയറി പോകുന്നത് കണ്ടു. അതിൽ ഒരാളുടെ മുഖം വ്യക്തമായി കണ്ടിരുന്നു. അവർ ഞങ്ങളെ കണ്ടു. നിങ്ങൾ വരുന്നതിന് കുറച്ചു മുന്നേ ഞങ്ങളെ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിച്ചു ഭീഷണിപ്പെടുത്തി. അയാളെ കണ്ട കാര്യം പറഞ്ഞാൽ കൊല്ലുമെന്ന്. ശിഖ പറഞ്ഞു നിർത്തി. നിങ്ങളുടെ നമ്പർ എങ്ങനെ അയാൾക്ക് കിട്ടി? അതിനർത്ഥം നിങ്ങളിവിടെ വരുന്നത് സ്ഥിരമായി അറിയാവുന്ന ആരെങ്കിലും ആകില്ലേ? ലല്ലു സംശയത്തോടെ ചോദിച്ചു. അറിയില്ല സാർ, ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല. പ്ലീസ് സാർ, ഈ കേസിൽ ഞങ്ങളെ വലിച്ചിടരുത്, ശിഖ കരഞ്ഞുകൊണ്ട് തൊഴുതു പറഞ്ഞു. ഓക്കെ കൂൾ. നിങ്ങൾ 2 പേരുടെയും നമ്പർ എനിക്ക് സെൻഡ് ചെയ്യണം. ഇതാണ് എൻ്റെ നമ്പർ. തൽക്കാലം നിങ്ങളെ ഞാൻ ഈ കേസിൽ ഉൾപ്പെടുന്നില്ല. പൊയ്ക്കോളൂ. പിന്നെ ഒരു കാര്യം, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ അഥവാ ഇനിയും പറയാതെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇനിയും കാണും. ലല്ലു നമ്പർ കൊടുത്തു. അത്രയും പറഞ്ഞു കാറിലേക്ക് കയറി. സാർ, ലല്ലു ഫോണിൽ സംസാരിക്കുകയാണ്. അറിയില്ല സാർ, എന്തോ എന്നെ വെല്ലുവിളിച്ചാണ് കത്തെഴുതിയിരിക്കുന്നത്. ശ്രാവണും ഞാനും അത്രയ്ക്കും ക്ലോസായി അന്വേഷണം നടത്തിയ 2 കേസാണ് ഉള്ളത്. അതിലൊന്ന് പഴയ DGP റാം സാറിൻ്റെ മകൻ്റെ കേസ്.
പിന്നെയുള്ളത് കുറച്ച് വർഷം മുന്നേ നടന്നതാണ്, ലല്ലു പറഞ്ഞു. താനിപ്പോൾ ഹോസ്പിറ്റലിലെത്തിയോ? DGP ചോദിച്ചു. ഇല്ല സാർ, ഓൺ ദ വേ ആണ്, ലല്ലു പറഞ്ഞു. ഓക്കെ, കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറയണം. കൊല്ലപ്പെട്ടത് ഒരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് കേസിൽ ഒരു ഒഴിവുകഴിവും ഉണ്ടാകരുത്. തന്നോടത് പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം, എങ്കിലും പറഞ്ഞെന്നേയുള്ളൂ. അയാൾ അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി. ലല്ലു കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. എന്തൊക്കെയോ എവിടേക്കോ ഒരു പൊരുത്തക്കേട് അവന് തോന്നി. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. പീറ്റർ ആയിരുന്നു അത്. ഹലോ പീറ്റർ. പീറ്റർ പറഞ്ഞ കാര്യം കേട്ട് വീണ്ടും ലല്ലുവിൻ്റെ നെഞ്ചിൽ വെള്ളടി വെട്ടി. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? ഏത് ഹോസ്പിറ്റലിലാണ്? ലല്ലു ടെൻഷനായി. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. വീണ്ടും ലല്ലുവിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. പ്രൈവറ്റ് നമ്പർ. ഹലോ. ലല്ലു ദേഷ്യത്തിലായിരുന്നു ആ ഹലോ പറഞ്ഞത്. ആഹാ, ലല്ലു ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഹോസ്പിറ്റലിലേക്കാണല്ലേ? അപ്പുറത്ത് നിന്ന് ചിരിയോടെ ചോദിച്ചു. ആരാടാ നീ? നിനക്കെന്താ വേണ്ടത്? ഞാൻ എന്താ നിന്നോട് ചെയ്ത തെറ്റ്? എന്തിനാ നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ? ലല്ലു അലറിക്കൊണ്ട് ചോദിച്ചു. നിന്റെ ഈ ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടമായി. ഇതിൽ ഒന്നിന് ഉത്തരം തരാം. നീ എന്നോട് ചെയ്ത തെറ്റ് എൻ്റെ 3 വർഷം, പിന്നെ എൻ്റെ കുടുംബം, അത് രണ്ടും നീ നഷ്ടപ്പെടുത്തി. അത് നീ ഒറ്റയ്ക്കല്ല. പിന്നെ എന്താ എനിക്ക് വേണ്ടത്? അത് സിമ്പിളാണ്, പക്ഷേ ഇപ്പോൾ ചോദിക്കില്ല. നിനക്ക് പ്രിയപ്പെട്ട ഒരാളെ ഞാൻ ശ്രാവണിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ആവശ്യം പറയാം, അവൻ ചിരിയോടെ പറഞ്ഞു. അപ്പോൾ നീയാണോ ശ്രാവണിനെ? ലല്ലു ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലെത്തി അപ്പോഴേക്കും. അതെ, ഞാൻ തന്നെയാണ്. അവനെ കൊല്ലുമ്പോൾ അവൻ എന്നോട് കെഞ്ചി പറഞ്ഞു അവന് ഭാര്യയും മകളും ഉണ്ടെന്നും വെറുതെ വിടണം എന്നൊക്കെ. പക്ഷേ എനിക്കതിനായില്ല. അവൻ്റെ ജീവൻ പോകാൻ കാരണം നീയാണ്. അവൻ നിന്റെ പെറ്റായി നടന്നു. ആ, പോയത് പോട്ടെ, അവന് അത്രേ ആയുസുള്ളൂ. ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വിളിച്ചത്. മറ്റേ 2 പിള്ളേരെ ഫോളോ ചെയ്ത് എന്നിലേക്ക് എത്താൻ നീ ശ്രമിച്ചാൽ അവരെയും നീ അതിനുള്ള വഴി വയ്ക്കരുത്. പിന്നെ ഒരു കാര്യം, നീ എന്നെ കാണേണ്ട സമയമാകുമ്പോൾ നീ എൻ്റെ അടുത്ത് എത്തിയാൽ മതി. വെറുതെ എൻ്റെ പിന്നാലെ വരാൻ ശ്രമിച്ചാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവളുടെ ജീവൻ ഞാനങ്ങ് എടുക്കും. അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി. ലല്ലുവിന് ഏകദേശം ഒരു ധാരണ കിട്ടി ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്ന്. പക്ഷേ ഉറപ്പിക്കാൻ തെളിവില്ല. അവൻ ഓരോന്ന് ആലോചിച്ചിരിക്കെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. മർഡർ സ്പോട്ടിൽ തന്നെ തൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാളായിരുന്നു ഡ്രൈവിംഗ് ഹോസ്പിറ്റലിലേക്ക്. ലല്ലു ഇറങ്ങും മുന്നേ ഡ്രൈവർ സുരേഷിനെ ഒന്ന് നോക്കി. സുരേഷേ, നീ സൂക്ഷിക്കണം. കൊലയാളി എൻ്റെ ഒപ്പമുള്ളവരെയാണ് ഇപ്പോൾ നോട്ടമിട്ടേക്കുന്നത്. എന്തെങ്കിലും ഒരു അപകടം നിനക്ക് തോന്നിയാൽ ആ നിമിഷം എന്നെ വിളിക്കണം. അത് ഏത് രാത്രിയായാലും. അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു ലല്ലു ഹോസ്പിറ്റലിനകത്തേക്ക് കയറിപ്പോയി. സുരേഷ് അവൻ പോയ വഴിയെ നോക്കി പുഞ്ചിരിച്ചു. പീറ്ററിനെ വിളിച്ചു. അവൻ എവിടെയാണെന്ന് തിരക്കി. ലല്ലു അങ്ങോട്ട് പോയി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും നോക്കി. ലല്ലു കയ്യിലും തലയിലും കാലിലുമൊക്കെ അത്യാവശ്യം വലിയ കെട്ടൊക്കെയായി കിടപ്പുണ്ട്. അടുത്തു തന്നെ ഇളയച്ചനും മാളവും പീറ്ററുമുണ്ട്. ലല്ലുവിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ടതും കല്ലുവിൻ്റെ ഉള്ളിൽ പേടി നിറഞ്ഞു. ആരെ കെട്ടിക്കാനാടി നീ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? ഒരലർച്ചയായിരുന്നു അത്. കല്ലുവും ബാക്കിയുള്ളവരും ഞെട്ടിപ്പോയി. ലല്ലു മോള്. ഇളയച്ചൻ എന്തോ പറഞ്ഞു വന്നതും അവൻ തടഞ്ഞു. സംസാരിക്കേണ്ടത് അവളാണ്, ഇളയച്ചനല്ല, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അതോടെ ഇളയച്ചൻ്റെ വാ അടച്ചു. പറയടി, എന്തിനാ നീ ഇറങ്ങി പുറത്തേക്ക് പോയത്? ലല്ലു അവളുടെ അടുത്തേക്ക് ഇരുന്ന് ചോദിച്ചു. അത് രുക്കു എന്തോ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അത് വാങ്ങാനായിരുന്നു ഞാൻ ഇറങ്ങിപ്പോയത്. ആ സമയം ഇവരൊക്കെ വീടിൻ്റെ പുറകുവശത്തായിരുന്നു. കല്ലു അവനെ നോക്കി പേടിയോടെ പറഞ്ഞു. ലല്ലു ഒന്ന് ശാന്തമായി. അവന് മനസ്സിലായി ഇതിൽ രുക്കുവിന് ചെറുതല്ലാത്ത ഒരു പങ്കുണ്ടെന്ന്. ഡോക്ടർ എന്താ പറഞ്ഞത് ഇളയച്ച? ലല്ലു ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, റോഡിൽ വീണ് നന്നായി ഉലഞ്ഞു ശരീരം. അതാ, വേറെ ഫ്രാക്ചർ ഒന്നുമില്ല, ഇളയച്ചൻ പറഞ്ഞു. ഇന്ന് ഡിസ്ചാർജ് ആക്കുമോ അതോ? ലല്ലു വീണ്ടും സംശയത്തോടെ ഇളയച്ചനെ നോക്കി ചോദിച്ചു. 2 ഇഞ്ചക്ഷൻ കൂടെ ഉണ്ടേട്ടാ, അത് കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന ഡോക്ടർ പറഞ്ഞത്. മാളുവാണ് മറുപടി പറഞ്ഞത്. അപ്പോഴേക്കും സിസ്റ്റർ കയറി വന്നു. എല്ലാവരും ഒന്ന് പുറത്തു നിൽക്കോ, ഇഞ്ചക്ഷൻ ഉണ്ട്, സിസ്റ്റർ ഒരു ചിരിയോടെ പറഞ്ഞു. മാളുവും മറ്റുള്ളവരും ചിരിയോടെ പുറത്തേക്കിറങ്ങി. ലല്ലു മാത്രം അവളെ നോക്കി നിൽപ്പുണ്ട്. അവളുടെ മുഖത്ത് തന്നെ ഉണ്ട് ഇഞ്ചക്ഷൻ പേടിയാണെന്ന്. അവൻ അവളുടെ അടുത്തേക്ക് ചിരിയോടെ പോയി നിന്നു. സിസ്റ്റർ, ഞാനിവിടെ നിന്ന പ്രശ്നമുണ്ടോ? ലല്ലു അവളെ നോക്കിയിട്ട് ചോദിച്ചു. ഇല്ല സാർ, ഹസ്ബൻഡല്ലേ, ആളിന് പേടിയുണ്ടെങ്കിൽ നിന്നോ, സിസ്റ്റർ ചിരിയോടെ പറഞ്ഞു. ലല്ലു അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ വയറ്റിൽ മുഖം പൂഴ്ത്തി. ലല്ലു ചിരിയോടെ ചേർത്ത് പിടിച്ചു അവളെ. സിസ്റ്റർ പതിയെ എടുക്കണേ, ലല്ലു പറഞ്ഞു. സിസ്റ്റർ ചിരിച്ചു. സാർ, ഇത് ഇഞ്ചക്ഷനാണ്, പോരാത്തതിന് ഇത് പെയിൻ മാറാനുള്ള മെഡിസിനാണ്. അപ്പോൾ കുറച്ച് പെയിൻ കാണും. സിസ്റ്റർ അതും പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി.
അപ്പോഴേക്കും കല്ലു അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ഇഞ്ചക്ഷൻ എടുത്തു തുടങ്ങിയതും കല്ലുവിൻ്റെ കൂർത്ത നഖം അവൻ്റെ കയ്യിൽ ആഴ്ന്നിറങ്ങി. അടുത്ത നിമിഷം തന്നെ അവൾ ബോധം മറിഞ്ഞ് വീഴുകയും ചെയ്തു. ലല്ലു ഞെട്ടിക്കൊണ്ട് സിസ്റ്ററിനെ നോക്കി. പേടിക്കേണ്ട സാർ, ഒരു ചെറിയ മയക്കം കാണും, അതും പറഞ്ഞ് സിസ്റ്റർ പോയി. ലല്ലു കല്ലുവിനെ നോക്കി. പിന്നെ അവളുടെ നെറ്റിയിൽ പതിയെ ഒന്ന് ചുംബിച്ചു പുറത്തേക്കിറങ്ങി. പീറ്റർ, ലല്ലു വിളിച്ചു. എന്താ സാർ? അവൻ്റെ സാർ വിളി കേട്ടതും ലല്ലു ദേഷ്യത്തിലൊന്ന് നോക്കി. എന്താ ലല്ലു? നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ സാർ വിളി മാറ്റി വെച്ചു. ഞാൻ വീട്ടിൽ പോകുക. അവൾ ഉണരുമ്പോൾ അവളെയും ഇവരെയും കൂട്ടി വരണം. പിന്നെ ശ്രദ്ധിക്കണം, ഒരു ശത്രു പിന്നാലെയുണ്ട്, പീറ്ററിനോട് പറഞ്ഞു ലല്ലു പുറത്തേക്ക് പോയി. അതുവരെ ശാന്തമായിരുന്ന അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. രുക്കു ഫോണിൽ എന്തോ കണ്ടിരിക്കുമ്പോഴാണ് കതക് തള്ളിത്തുറന്ന് അകത്തേക്ക് വന്ന ലല്ലുവിനെ കണ്ടത്. ഏട്ടൻ എന്താ മാനേഴ്സ് ഇല്ലേ? ഒരാളുടെ മുറിയിലേക്ക് ഇങ്ങനെയാണോ ഇടിച്ചു കയറി വരുന്നത്? രുക്കു ദേഷ്യത്തിൽ ചോദിച്ചു. മുഖമടച്ച് 2 എണ്ണം കൊടുത്തു. രുക്കു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. നിനക്ക് എൻ്റെ പെണ്ണിനെ കൊല്ലാൻ കൂട്ടു നിൽക്കണമല്ലേ? അവളുടെ കവിളിൽ പിടിച്ചു ചോദിച്ചു. പന്ന മോളെ, നിനക്ക് എൻ്റെ പെണ്ണിനെ കൊല്ലാൻ കൂട്ടു നിൽക്കണമല്ലേ? അവളുടെ കവിളിൽ പിടിച്ചു ചോദിച്ചു. ഞാനല്ല, എനിക്കറിയില്ല ഒന്നും, അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു പറഞ്ഞു. ലല്ലു, പിറകിൽ നിന്ന് ഹേമയുടെ വിളി കേട്ട് ലല്ലു കൈയെടുത്തു മാറ്റി. എന്താടാ ഇത്? നീ എന്തിനാ മോളെ തല്ലിയത്? അവളൊരു ഗർഭിണിയല്ലേടാ? ഹേമ ദേഷ്യത്തിൽ ചോദിച്ചു. ഇവളെ തല്ലുകയല്ല, കൊല്ലുകയാണ് വേണ്ടത്. എൻ്റെ പെണ്ണിനെ കൊല്ലാൻ കൂട്ടുനിന്നവളാണ് ഇവൾ. ലല്ലു പറഞ്ഞത് കേട്ട് ഞെട്ടി ഹേമ രുക്കുവിൻ്റെ അടുത്തേക്ക് വന്നു. പറയടി, ഈ പറഞ്ഞത് സത്യമാണോ? കല്ലിമോളെ കൊല്ലാൻ ശ്രമിച്ചോ നീ? ഹേമ അവളെ പിടിച്ചു കുലുക്കി ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ് അവളെ കൊല്ലാൻ നോക്കിയത്. എനിക്ക് കിട്ടാത്ത സന്തോഷം നിറഞ്ഞ ജീവിതം അവൾക്കും വേണ്ട, രുക്കു വല്ലാത്ത ഭാവത്തിൽ വിളിച്ചു പറഞ്ഞു. ഹേമ പേടിച്ച് പിറകിലേക്ക് നീങ്ങി. ലല്ലു വീണ്ടും ദേഷ്യത്തിൽ അവളെ തല്ലാൻ പോയതും ഹേമ തടഞ്ഞു. വേണ്ട ലല്ലു, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ്, അതിനെ ഓർത്ത് ഒന്നും ചെയ്യരുത്, ഹേമ പറഞ്ഞു. അവളുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കൊച്ചിൻ്റെ പേര് പറഞ്ഞാണ് എല്ലാവരും ഇവളെ സഹിക്കുന്നത്. ആ പാവപ്പെട്ടവൻ്റെ അമ്മയെ കൊന്നത് ഇവളാണ്. എന്നിട്ടും ഇവളെ സഹിക്കുന്നത് വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ ഓർത്താണ്. ഇവളൊരു ഗർഭം കൊണ്ട് എല്ലാവരെയും നിലയ്ക്ക് നിർത്തുക. പണ്ട് ഇവളുടെ തള്ള ഇവിടെ വന്ന് കാണിച്ച അതേ നാടകം, ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞു പുറത്തേക്ക് പോയി. ഹേമ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൾ അതേ ഞെട്ടലോടെ രുക്കുവിനെ നോക്കി. അവൾ എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതുപോലെ ഞെട്ടി നിൽപ്പാണ്.